ഹായ് ഗായ്സ്, വീണ്ടും നമ്മുടെ തൊയ്യബ് മീഡിയയിലേക്ക് സ്വാഗതം. നല്ലൊരു മൺസൂൺ കാലമാണ്, നല്ല മഴയൊക്കെ അടിക്കുന്നുണ്ട്. വളരെ ഒരു തണുപ്പ് ഫീൽ ചെയ്യുന്നൊരു സമയം കൂടിയാണ്. ഗുഡ് മോർണിംഗ്. അപ്പോൾ വളരെയധികം സന്തോഷം. വളരെയധികം അമ്മ എന്ന് പറയുന്ന ഒരു കോൺട്രവേഴ്സി ഉണ്ടായിരുന്നല്ലോ സോഷ്യൽ മീഡിയയിലൊക്കെ. അമ്മ എന്ന് പറയുന്ന ഒരുപാട് അലിഗേഷനിലൂടെ അമ്മ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നിരുന്ന ഒരു സമയമായിരുന്നു. അപ്പോ ഒരു അമ്മ പ്രസിഡന്റ് ആവാൻ വനിതകൾക്കും അമ്മയിൽ പ്രവേശനമുണ്ട് എന്ന അധികാരത്തോടെ അമ്മ ഇലക്ഷൻ ഇന്നലെയായിരുന്നു. 2015 ആഗസ്റ്റ് 15 ആ ഫലം പുറത്തു വന്നത്. ശ്വേതാമേൻ പ്രസിഡന്റായി നടൻ ദേവനെ പരാജയപ്പെടുത്തിക്കൊണ്ട് എന്ന ഒരു രീതിയിലാണ് വോട്ട് നടന്നിരിക്കുന്നത്. നടൻ താരരാജാവ് മോഹൻലാൽ എന്ന് പറയുന്ന മനുഷ്യൻ പിന്മാറിയതോടെ അമ്മയിൽ ഇതില്ലാതെ ആയിപ്പോയി. അപ്പോ ഒരു നാഥൻ വേണം. അമ്മ എന്ന് പറയുന്ന വലിയൊരു ഫൗണ്ടേഷൻ എന്നൊക്കെ പറയുന്ന ഈ ഒരു വാരവായിക്ക് ഒരു വലിയൊരു തലപ്പത്ത് വരേണ്ടവർ ആരാണൊക്കെയാണെന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ വനിതകൾ കൂട്ടായ്മ വരണം, ഒന്നെങ്കിൽ പുരുഷ കൂട്ടായ്മ വേണം. ഈ രണ്ട് കൂട്ടായ്മയും ഒത്തുപോയാലേ ഒരു അമ്മ എന്ന പ്രസിഡന്റിന് സ്ഥാനമുള്ളൂ എന്നത് പണ്ടേ പറയാറുള്ളത് പോലെ ഇന്നും ആ ഭാരവാഹികൾ കൂട്ടമായി പ്രതിജ്ഞ എടുത്തിരിക്കുകയാണ്. അങ്ങനെ ആ പ്രതിജ്ഞകളൊക്കെ ഇവിടെ നിറവേറുന്ന സമയമാണ്. നമുക്ക് ആ പ്രതിജ്ഞയിലേക്ക് മുന്നോട്ട് പോകാം. എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം. വളരെ സന്തോഷമുണ്ട്. കാരണം ഞാൻ ഒരുപാട് കാര്യങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. ഒരു വനിത തന്നെ അതും എന്റെ ഒരു വാദം, എന്റെ ഒരു പറഞ്ഞു വെച്ചാൽ വനിത അതുപോലെ തന്നെ ശ്വേത ഫൗട്ട് ആൻഡ് സോ വളരെ സന്തോഷമുണ്ട് എനിക്ക് എന്താണെന്ന് വെച്ചാല് ഇപ്പൊ ഞാൻ ശ്വേതയുടെ കൂടെ തന്നെ ഉണ്ടാവും. എല്ലാ കാര്യങ്ങളും ഞാൻ ശ്വേതയുടെ കൂടെ. കരണ്ട് അമ്മ അസോസിയേഷന്റെ വൈകാരികമായ ബന്ധം. അതുകൊണ്ട് ഞാൻ എന്നും എല്ലാ സമയത്തും അവരുടെ ബിഹേവിയർ വരെ എനിക്ക് ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. വളരെ മോശമായൊരു ആറ്റിറ്റ്യൂഡായിരുന്നു. ഇനി പ്രതിജ്ഞയിലേക്ക് പോവുകയാണ്. അമ്മയുടെ സ്ഥാനമേൽക്കുന്ന നിമിഷം വരെ കുക്കു പരമേശ്വരൻ ജനസെക്രട്ടറി ആയിരുന്നു. ജനസെക്രട്ടറിയിലേക്കാണ് കുക്കു പരമേശ്വരനെ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അമ്മയിലെ പ്രസിഡന്റ് ശ്വേതാമേൻ. അസോസിയേഷൻ ഓഫ് മലയാളം മൂവി ആർട്ടിസ്റ്റിന്റെ 2025-2028 കാലയളവിലേക്ക് 2028 വരെ സ്ഥാനമേൽക്കുന്ന മുന്നോട്ട് പോകും. പേര് സംഘടനയുടെ നിയമാവലിക്കനുസൃതമായി പ്രവർത്തിക്കുമെന്നും സംഘടനയുടെ അഭിവൃദ്ധിക്കും അംഗങ്ങളുടെ ക്ഷേമത്തിനും ഉന്നമനത്തിനും സിനിമാ വ്യവസായത്തിന്റെ പുരോഗതിക്കും പൊതുജനത്തിന്റെ നന്മയ്ക്കായും സർവോപരി രാജ്യത്തിന്റെ പുരോഗതിക്കായും പ്രവർത്തിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു. ജയ് ഹിന്ദ്. ജയ് ഹിന്ദ്.
ആദ്യമായിട്ട് ഇവിടെ വന്ന എല്ലാ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ഞാൻ നന്ദി, താങ്ക് യു ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ നന്ദി പറയാണ്. സ്പെഷ്യലി ഒരു വർഷത്തിൽ 2 ജനറൽ ബോഡി നടത്തുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ചെലവാണ്. പക്ഷെ ഐ തിങ്ക് 298 മെമ്പേഴ്സ് വന്നിട്ട് ഇവിടെ വോട്ട് ചെയ്തിട്ടുണ്ട്. അതിന് നമ്മളെല്ലാവരും നമ്മുടെ ഫുൾ ടീമായിട്ട് ഞാൻ പറയുന്നത് താങ്ക് യു സോ മച്ച്. മീഡിയ താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. ആൻഡ് രാവിലെ തൊട്ട് നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്യാണ്. ആദ്യമായിട്ടാണ് ഇപ്പൊ നമ്മൾ ജസ്റ്റ് ഈ ഒരു ഡ്യൂട്ടിയിൽ കയറുന്നേ ഉള്ളൂ. അപ്പോ എന്തെങ്കിലും ചോദിക്കാണെങ്കിൽ ഐ ആം റെഡി ടു ആൻസർ. പക്ഷെ പ്ലീസ് ഡോണ്ട് മേക്ക് ഇറ്റ് ഒരു കോൺട്രവേഴ്ഷ്യൽ. ബിക്കോസ് നമ്മൾ ഒരു നല്ല കാര്യത്തിന് നിങ്ങളെല്ലാവരും ഇതുവരെയ്ക്കും അമ്മ ഒരു സ്ത്രീ ആവണം എന്ന് പറഞ്ഞു, ഇതാ ഒരു സ്ത്രീ ആയി. ഇനി നിങ്ങൾ നമ്മുടെ മെമ്പേഴ്സിനെ പോലെ എന്നെ സപ്പോർട്ട് ചെയ്യുക, എൻ്റെ ടീമിനെ സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ എല്ലാം ഇതിൽ സത്യം പറഞ്ഞാൽ സിനിമയിൽ സ്ത്രീയോ പുരുഷൻ എന്ന് പറഞ്ഞ ഒരു സാധനം ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ക്യാരക്ടേഴ്സ് ആണ്. ഒരു ആക്ഷൻ, ഒരു കട്ടിന്റെ ഇടയിലുള്ള ഒരു ജീവിതമാണ് നമ്മൾ എപ്പോഴും നയിക്കുന്നത്. സോ ഐ ജസ്റ്റ് വാണ്ട് ടു സേ താങ്ക് യു അഗൈൻ. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ യു ആർ മോസ്റ്റ് വെൽക്കം. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ആൻഡ് ടു മൈ ടീം, മതി, ഇത്ര മതി. നല്ല ആവേശത്തോടെ ശ്വേത പ്രസംഗം അവസാനിപ്പിച്ചിരിക്കുന്നു. അമ്മ പ്രസിഡന്റാകാൻ യോഗ്യതയുണ്ട് എന്ന് ആ ഒരു വാക്കിൽ എനിക്ക് ഒരു വില തോന്നി. നേരത്തെ ദേവനെയായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. ദേവൻ നല്ലൊരു വാക് സാമർഥ്യത്തോടെയൊക്കെ ദേവൻ അമ്മയിലേക്ക് വരുന്നു എന്നൊക്കെ പറയുന്നത് കേട്ടപ്പോൾ ചിലപ്പോൾ തോന്നിയിരുന്നു ദേവന് ആ പ്രതീക്ഷ മാറിയാലോ. പക്ഷെ ദേവനല്ല അമ്മ പ്രസിഡന്റേക്ക് വന്നത്. ശ്വേതാ മേനോൻ എന്ന വനിത, അത് അമ്മ എന്ന പേര് അറിയപ്പെടുന്ന ഒരു ജനറൽ ബോഡിക്ക് അമ്മ സംഘടന തന്നെ വളർന്നു വന്നു എന്നത് ഒരു യാഥാർത്ഥ്യം. ഒരു പുതുതലമുറക്ക് അമ്മയിൽ ഇനി അമ്മ എന്ന് പറയുന്ന വ്യക്തി പ്രസിഡന്റ് ആയിട്ടില്ല എന്നൊരു പേര് ദോഷം കേൾക്കാതിരിക്കാൻ ആ മാറ്റം സംഭവിക്കുകയും ചെയ്തു. മാറ്റങ്ങൾ അനിവാര്യമാണല്ലോ. അപ്പോൾ ഈ 2025 അമ്മ സംഘടന എന്ന് പറയുന്ന കേരളത്തിന്റെ മുഖ്യ മാധ്യമ മേഖലകളിൽ ഇൻഡസ്ട്രി തിളക്കുന്ന അമ്മക്ക് വലിയൊരു ബദലും നേതൃത്വം നൽകാൻ വലിയൊരു ഭാരവാഹിയെ, അതായത് സമൂഹത്തിന്റെ ഐക്യത്തിനും വേണ്ടിയായിരിക്കണം ഇത്തരത്തിലുള്ള നേതൃത്വങ്ങൾക്ക് ഉപയോഗിക്കേണ്ടത്. അതായത് പൊതുജനങ്ങൾക്ക് എന്തൊക്കെയോ കിട്ടുമെന്ന് പറയുന്നത്, ആ കിട്ടുന്നതെല്ലാം അവരവരുടെ കൈകളിൽ എത്തി നിന്നെന്ന് ഈ പുതിയ വനിതാ കൂട്ടായ്മ അറിയണം. അവർ അറിഞ്ഞു പ്രവർത്തിക്കണം. 21ാം നൂറ്റാണ്ടെന്നൊക്കെ പറഞ്ഞ് വലിയ ഡയലോഗുകൾ ഇളക്കാനല്ലാതെ ചിലർക്ക് കഴിയില്ല. അതുകൊണ്ട് പുതിയ വനിതാ കൂട്ടായ്മയിൽ പ്രസിഡന്റായ ശ്വേതാ മേനോനും ആ ഭാരവാഹത്തിൽ അവരെ കൂട്ടത്തിൽ ചേർന്ന് സ്റ്റെപ്പായിട്ട് കാര്യങ്ങൾ ചെയ്തോട്ടെ. പക്ഷെ ആ സ്റ്റെപ്പ് കാര്യങ്ങൾ ചെയ്യുമ്പോഴും ആരെ മറന്നുപോകരുത്, പ്രേക്ഷകരെ മറന്നുപോകും. കാരണം ഒരു അമ്മ എന്ന് പറയുന്ന തലപ്പത്തിരിക്കുമ്പോൾ നമ്മൾ ആരൊക്കെയാണെന്നൊക്കെ തോന്നിപ്പോന്നു പോകരുത്, പ്രേക്ഷകരെ മറന്നുപോകും. കാരണം ഒരു അമ്മ എന്ന് പറയുന്ന തലപ്പത്തിരിക്കുമ്പോൾ നമ്മൾ ആരൊക്കെയാണെന്നൊക്കെ തോന്നിപ്പോകും. ആ തോന്നൽ പാടില്ല. ലാലേട്ടൻ അത് ഉണ്ടാക്കിയിട്ടില്ലല്ലോ. അതുപോലെ നല്ലൊരു സിൻസിയാരിറ്റി. പക്ഷെ ലാലേട്ടന് അമ്മ നയിക്കാൻ കഴിഞ്ഞില്ല. അത് അമ്മ എന്ന് പറയുന്ന ഭാരത്തിലല്ലത്തുകൊണ്ടാണ്. അപ്പം അമ്മ എന്ന് പറയുന്ന ഒരു ഇതിൽ ശ്വേതാ മേനോൻ അത് കാണിക്കണമെന്ന്. അപ്പോൾ ഫാമിലി സപ്പോർട്ടുള്ള ഒരു ശ്വേതക്ക് പ്രേക്ഷകരുടെ സപ്പോർട്ടും കൂടി കിട്ടണമെങ്കിൽ അത് പ്രേക്ഷകർ അറിഞ്ഞ് ചെയ്യണം എന്നതാണ്. ഇവിടെ എന്തിനും ഒളിയും മറയും. ഇവിടെ ഒളിക്കുന്നത് കൊണ്ടാണ് ഒരുപാട് ക്വസ്റ്റ്യൻസിന് നിങ്ങൾ ആൻസർ കൊടുക്കേണ്ടി വരും. ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾ തന്നെ ചൂണ്ടപ്പെടുകയാണ്. അപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ ഉണ്ടായ കാലത്തിലെ എല്ലാ ഇഷ്യൂവും ഈ അമ്മയിലും ഈ 2028 അതായത് 2025 മുതൽ 2028 വരെ കാലയളവിലുള്ള അമ്മ നോക്കിയേ പറ്റൂ. അത് അമ്മ ജനറൽ സെക്രട്ടറി ആയിട്ടും അമ്മ ഭാരവാഹിയായിട്ടും കൊണ്ട് നടക്കുന്നവർ ശ്രദ്ധിക്കേണ്ട
ഉത്തരവാദിത്തം നമ്മൾ നിറവേറ്റി എന്നതാണ് ആ പ്രതിജ്ഞയ്ക്ക് സാരമാകുന്നത്. അതുകൊണ്ട് ഈ 2025 ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ എനിക്കൊരു സ്വാതന്ത്ര്യം പോയി എന്ന് ചിന്തിച്ചുകൊണ്ട് ആമ ഭരിക്കുന്നത് നല്ലതല്ല. പലർക്കും നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കാം. ഒരുപാട് പാവങ്ങൾ പട്ടിണി കിടക്കുന്നുണ്ട്, പണിയില്ലാതെ ജീവിക്കുന്നവരുണ്ട്, സ്വന്തമായി ഒന്നുമില്ലാതെ ജീവിക്കുന്നവരുണ്ട്, ആശ്രയമില്ലാതെ ജീവിക്കുന്നവരുണ്ട്, ഉപ്പയില്ലാതെ അനാഥത്തിലേക്ക് തള്ളുന്നവരുണ്ട്. അവർക്ക് പോലും അമ്മക്ക് സംരക്ഷണം കൊടുക്കാം. അവരെ വരെ നോക്കാൻ അമ്മ എന്ന് പറയുന്നത് നമ്മളെ ആ വിഭാഗം പോലും അമ്മക്ക് 150 രൂപ കൊടുത്ത് അവരെ വളർത്തുന്നുണ്ട്. കാരണം നമ്മൾ തിയേറ്ററിൽ പോകുന്നത് കൊണ്ടാണല്ലോ ഈ പറയുന്ന വ്യവസായങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മളെയും സംരക്ഷിക്കുക എന്നത് അമ്മയുടെ അംഗങ്ങളെ മാത്രമല്ല പൊതുജനങ്ങളെയും സംരക്ഷിക്കുക എന്നത് അമ്മയ്ക്കൊരു ഉത്തരവാദിത്തമാവും. ആ ഉത്തരവാദിത്തം അമ്മയുടെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനുമൊക്കെ സംഘടിപ്പിക്കുമ്പോൾ പൊതുജനങ്ങളെ മറന്നുകൊണ്ടൊരു കളി കളിക്കാതിരിക്കുക ഏറ്റവും രാഷ്ട്രീയ തന്ത്രം ഇവിടെ ഉപയോഗിക്കരുത്. പൊതുജനങ്ങളുടെ ആവശ്യം പറഞ്ഞ് അവർക്ക് വേണ്ടി നന്നായി ചെയ്യുന്നവരെയാണ് നമ്മൾ അമ്മ പ്രസിഡന്റ് എന്ന് വിളിക്കാറ്. അങ്ങനെ വിളിക്കാത്ത ഒരാളെയും ഇതുവരെ അമ്മ ലാലേട്ടനെ പോലും അങ്ങനെ വിളിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇനി വരുന്ന ഏത് പ്രസിഡന്റ് ആയാലും അമ്മ താരജാട ഇല്ലാതെ നമുക്ക് എങ്ങനെ അവരെ വന്ന് കൈ ഒരു ഷെയ്ക്കാൻ്റെ അകലത്തിൽ ഒരകലെ സ്നേഹം മാറ്റി നിർത്തിക്കൊണ്ട് സ്നേഹം നിങ്ങൾക്ക് എത്ര വാരി കൊടുക്കാം. പക്ഷേ ഒരു പ്രസിഡന്റ് ആയി കഴിഞ്ഞാൽ അതിൻ്റെ വലിയൊരു ഭാരം നമുക്ക് തന്നു എന്ന് വിചാരിച്ച് ഒഴിഞ്ഞു മാറി നടക്കരുത്. അങ്ങനെയല്ല വേണ്ടത്, അത് നടത്തിക്കൊണ്ടു പോകണം. ഇന്നു മുതൽ ശ്വേതാമേനൊരു ഡ്യൂട്ടിയാണ്. അതായത് അമ്മ സംഘടന നേതൃത്വം എന്ന് പറയുന്ന ഒരു ഡ്യൂട്ടി കൈകാര്യത്തിലേക്ക് കയറിയിരിക്കുകയാണ്. ഇന്നലെയാണത് നടന്നത്. ഇന്നു മുതൽ അത് ആരംഭിക്കേണ്ടതാണ്. അപ്പോൾ അതൊരു പൊതുജനങ്ങളുടെ ആവശ്യവുമാണ്. നിങ്ങളുടെ മാത്രം സംഘടനയുടെ അകത്തുള്ള മെമ്പേഴ്സിന്റെ മാത്രം ആവശ്യമായിട്ട് നിങ്ങൾ പൊതുജനങ്ങൾക്കും അമ്മ സംഘടന എങ്ങനെയാണെന്ന് വിലയിരുത്തലുണ്ട്. ആ വിലയിരുത്തലിൽ കൊണ്ട് നമ്മൾക്ക് പല കാര്യങ്ങളിലും നിങ്ങൾ പറയുന്ന പല കാര്യങ്ങളിലും വിശ്വസിക്കാത്ത കളങ്ങൾ പടച്ചുയർത്തുന്നതല്ല, നിങ്ങൾ തന്നെ ഉണ്ടാക്കുന്ന പല കളികളാണ്. അപ്പോൾ ആ പഴയ തെറ്റിദ്ധാരണകളൊക്കെ മാറ്റി നിർത്താൻ നിങ്ങൾ തന്നെ ശ്രമിക്കണം. അപ്പോഴേ നമുക്ക് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റൂ എന്നത് ഇനിയും പറയുകയാണ്. അമ്മ സംഘടനയിൽ പുതിയ ഭാരവാഹങ്ങളെല്ലാം വന്നു കഴിഞ്ഞു. പുതിയൊരു പുതുമകളൊക്കെ വന്നു. ആ പുതുമ നിങ്ങളായി നഷ്ടപ്പെടുത്തരുത് എന്നാണ് ഞങ്ങൾക്കും പറയാനുള്ളത്. കാരണം പ്രസിഡന്റ് സ്ഥാനം എന്ന് പറയുന്നത് ഐക്യത്തോടെ നിലനിൽക്കേണ്ടതാണ്. അതായത് ആ ഐക്യം നിങ്ങൾ ഇല്ലാതാക്കിയാൽ എങ്ങനെ ഐക്യം എന്ന് പറഞ്ഞാൽ ജനങ്ങളുമായുള്ള ഐക്യം പോയാൽ പിന്നെ പ്രസിഡന്റ് സ്ഥാനത്തിന് വാല്യൂ ഉണ്ടാവില്ല. അത് നിങ്ങൾ മനസ്സിലാക്കുന്ന കാലത്തോളം അമ്മയിൽ രൂക്ഷമായ പ്രതികരണം ഏത് കാലഘട്ടത്തിലും ഉണ്ടാവും. അത് സഹിക്കുകയല്ലാതെ വേറെ വഴിയില്ല എന്ന് തോന്നിപ്പോകുന്നുണ്ട്. അത് പാടില്ല. സമൂഹം വളരെ കാര്യങ്ങൾ ഡിജിറ്റൽ ലോകമായി മാറുന്ന AI കാലഘട്ടത്തിന്റെ ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ കടന്നു കഴിയുന്നത്. അവിടെയാണ് ഒരു അമ്മയുടെ വനിതാ സംഘടന കൂട്ടായ്മ പിറക്കുന്നത്. അപ്പൊ ആ പിറക്കുന്ന സമയം നമ്മളെ മറന്നുകൊണ്ട് ഒന്നും ചെയ്തുകൂടാ എന്ന് പറയുന്നൊരു നിഗമനത്തിലെത്തണം. നമ്മളെ മറന്ന്, നമ്മളെ രാജ്യം മറന്ന്, നമ്മുടെ സമൂഹം മറന്ന് നിശ്ചയിക്കുന്ന അതിരത്തിൽ നമ്മൾ തെറ്റായ രീതികൾ ശൈലികൾ മുന്നോട്ട് വെച്ചാൽ ആ കാൽച്ചുവട്ടുകളിൽ നമ്മൾ വീണ്ടും 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 അലിഞ്ഞില്ലാതാകുന്ന രീതിയിലേക്ക് എത്തും. നമ്മളൊക്കെ ഒരു സിനിമ സംഘടനയിൽ വരണമെന്നും ആ സംഘടനയുമായി ബന്ധപ്പെടണമെന്നും ആഗ്രഹിക്കുന്നവരാണ്. കാരണം നമുക്കൊരു ഇൻഡസ്ട്രി മേഖല ആഗ്രഹിക്കുന്ന വ്യക്തിയായതുകൊണ്ട് തന്നെയാണ് നമ്മളൊക്കെ പറയുന്നതും പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നതും. നമുക്കൊക്കെ ഇഷ്ടമാണ് അമ്മയുടെ സംഘടനയും അമ്മയുടെ സ്നേഹബന്ധങ്ങളൊക്കെ. അത് മുന്നോട്ട് പോവുക, നന്നായി പോട്ടെ. അമ്മ എന്ന് പറയുന്ന ഈ ഒരു സംഘടനയ്ക്ക് മറ്റുള്ളവർക്കും ഉപകാരമുള്ളതാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ബൈ ഫോർ.